എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് CP Plusൻ്റെ ഒരു DVR ആണ്. അപ്പോൾ അന്ന് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ദവായ് എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ അത് രണ്ടും CP Plusഉം ദവായും ഒരേ കമ്പനിയാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺഫിഗറേഷൻ രണ്ടും സെയിമാണ്. പ്രത്യേകിച്ച് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ, നമ്മളൊരു പുതിയ മൊബൈൽ മേടിക്കുമ്പോൾ ആ മൊബൈലിൽ ഇപ്പോഴും നമ്മൾ അത് ഫുൾ കോൺഫിഗറേഷൻ ചെയ്താണ് നമ്മൾ മൊബൈൽ എടുക്കുന്നത്. മെയിൽ ID കൊടുത്ത് അതിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംഭവം. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോക്കിയാൽ ഒരു ക്യാമറ നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഓരോരോ സെറ്റിനും ഓരോരോ DVR സെറ്റ് എന്ന് പറയുമ്പോൾ ഓരോരോ DVRനും പല രീതിയിൽ വരും. അപ്പോൾ ഓരോ DVRൻ്റെ ഇതിപ്പം CP Plus ഇപ്പോൾ എൻ്റെ ഇങ്ങനെ സ്റ്റോർ കടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ നെറ്റ്വർക്കിങ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വരുന്ന വീഡിയോകളിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഓരോന്ന് കാര്യങ്ങളും കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. കാരണം നമ്മൾ ആ മെയിൽ ID പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനുകൾ അത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് റിക്കവറിക്ക് നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DVRൽ പ്രസൻറ്റ് ടൈം, പിന്നെ SN നമ്പർ, ഡേറ്റ്, നമ്മുടെ അന്നേരം പ്രസൻ്റായിട്ടുള്ള സാധനങ്ങൾ ആദിത്യ കെയർ എന്ന് പറയുന്ന ഒരു സൈറ്റിലോട്ട് നമ്മൾ മെയിൽ അയക്കുമ്പോൾ അവർ നമുക്കൊരു 1 ടൈം പാസ്വേഡ് തരുവായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫർഗറ്റ് പാസ്വേഡ് കൊടുത്താൽ ഉടനെ ആ മെയിൽ IDയിലോട്ട്, ഇപ്പോൾ നമ്മൾ ഏത് മെയിൽ ID കൊടുക്കുന്നോ ആ മെയിൽ IDയിലോട്ടാണ് നമുക്ക് അതിൻ്റെ 1 ടൈം പാസ്വേഡ് അവർ റീസെറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ തരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് നമ്മുടെ മൈൻഡിൽ നല്ല ഓർമ്മയിലുണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ DVR വേസ്റ്റ് ആവാനോ വേസ്റ്റ് ആകില്ല, അത് പിന്നെ ഫ്ലാഷ് ചെയ്യേണ്ടി വരും. നമ്മുടെ മൊബൈൽ ചെയ്യുന്നവർക്ക് തന്നെ അതിനെ ഫുൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ഒന്നേന്ന് എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പർപ്പസിന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനെ നമ്മൾ ക്ലിയറായിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ DVRനകത്തായിട്ട് ഒരുപാട് സെറ്റിങ്സൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒരു ഇൻസ്റ്റാൻറ്റ് ക്ലൗഡ് അതെല്ലാം ഞാൻ വന്നിട്ട് നമ്മൾ അടുത്ത ഓരോ വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഇൻ്റർനെറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു DVR കോൺഫിഗറേഷൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ 2 വീഡിയോ ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് റിപ്പീറ്റേഷൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ക്ലിയറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.